സാർ, ഈ സജീവമായ സുരക്ഷിതമായ സിനിമാ മേഖല വിട്ട് വിജയ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുമെന്ന് പറഞ്ഞപ്പോൾ പലരും പരിഹസിച്ചവരുണ്ട്. അതിൽ ഒരു മുൻഗാമികളായ കമലഹാസനും അതുപോലെ തന്നെ രജനീകാന്ത് ഒരുങ്ങി പുറപ്പെട്ട് തുടങ്ങിയതാണ്. പക്ഷേ അദ്ദേഹം പിന്നീട് പിൻവാങ്ങി. അപ്പോൾ അങ്ങനെ മുൻഗാമികൾ പലർക്കും കാലിറിയ തമിഴ് മണ്ണിൽ വിജയ്ക്ക് എന്ത് നേട്ടമുണ്ടാക്കാൻ സാധിക്കുമെന്ന് നമ്മളൊക്കെ ഒരു ആശങ്കയായിരുന്നു, അല്ലെങ്കിൽ ഒരു സംശയമായിരുന്നു. എന്നാൽ ആ തെറ്റിദ്ധാരണകളാണ് എന്ന് പിന്നീട് ഇപ്പോൾ ഈ എക്സിറ്റ് പോൾ ഫലങ്ങളൊക്കെ പുറത്തു വരുമ്പോൾ DMK ADMK എന്ന് പറയുന്ന രണ്ട് രാഷ്ട്രീയ ശക്തികളുടെ ദ്വന്ദ്വരാഷ്ട്രീയം മറികടന്നുകൊണ്ട് വിജയ് അവിടെ ഒരു പ്രബലമായിട്ട് കുതിച്ചുയർന്ന് 98 മുതൽ 120 സീറ്റ് വരെ പിടിക്കുമെന്നാണ് എക്സിറ്റ് പോൾ ഫലങ്ങളൊക്കെ വരുമ്പോൾ മനസ്സിലാകുന്നത്. അല്ല, തമിഴ്നാട്ടിലെ രാഷ്ട്രീയത്തിലെ ഒരു ഒരു മാറ്റത്തിൻ്റെ ഒരു സൂചനയാണ്. അതായത് ഒരു ബൈപോളാർ സിസ്റ്റത്തിൽ നിന്ന്, അതായത് ADMK DMK എന്നുള്ള ഒരു സിസ്റ്റമായിരുന്നു ദശാബ്ദങ്ങളായിട്ട്. ഇപ്പോൾ ഈ MGRൻ്റെ വരവിനെ തുടർന്ന് പിന്നെ തുടർന്നുകൊണ്ടിരുന്ന സംഗതി. അപ്പോൾ അതിനൊരു മാറ്റത്തിൻ്റെ സൂചന വരുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ നമ്മുടെ എക്സിറ്റ് പോളുകളൊക്കെ പറയുന്നത് DMK സഖ്യമായിരിക്കും അധികാരത്തിൽ വരിക എന്നുള്ളതാണ്. ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായിട്ട് മാറുന്നത് വിജയ് ആയിരിക്കും എന്നും പറയുന്നുണ്ട്. നമ്മളൊക്കെ കരുതിയിരുന്നത് വിജയ് ഒരു വലിയ ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടാക്കാൻ സാധ്യതയില്ല, കാരണം ഈ ആൾക്കൂട്ടം വോട്ടായി മാറില്ല എന്നുള്ളതൊരു പൊതുധാരണ തുടക്കത്തിലുണ്ടായിരുന്നു. പക്ഷെ പിന്നീട് ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഇങ്ങനെ പുരോഗമിച്ച സമയത്ത് നമ്മൾ കാണുന്നത് ഈ ജെൻസി, അതായത് ചെറുപ്പക്കാർ മാത്രമല്ല, പ്രായമായവരും ഈ വിജയ് വരട്ടെ എന്ന് സ്വീകരിക്കുന്ന രീതിയിൽ ഉള്ള ഒരു സമീപനം നമ്മൾ പലയിടത്തു നിന്നും കാണുകയുണ്ടായി. അപ്പോൾ നമുക്ക് അവസാന ഘട്ടത്തിലേക്ക് മനസ്സിലായി ഇത്, കാരണം വിജയ് നമ്മൾ ഈ ആൾക്കൂട്ടം വെറും ആൾക്കൂട്ടമല്ല, ഇത് നല്ലൊരു ശതമാനം വോട്ടായി മാറാനുള്ള സാധ്യതയുണ്ടെന്നുള്ളത്. അപ്പോൾ അത് ആരുടെ വോട്ടാണ് വിജയ് കൊണ്ടുപോവുക എന്നുള്ളതായിരുന്നു അടുത്ത വിഷയം. പക്ഷേ അത് രണ്ട് കൂട്ടരുടെയും കൊണ്ടുപോകും. കൂടുതൽ DMKയുടെ ആയിരിക്കും കൊണ്ടുപോകുക എന്നുള്ള ധാരണ. കാരണം വിജയ് മുഖ്യമായിട്ടും എതിർത്തതും അല്ലെങ്കിൽ ആക്രമിച്ചത് പ്രധാനമായിട്ട് രാഷ്ട്രീയ എതിരാളികളായിട്ട് കണ്ടത് DMK ആണ്. ഈ DMK സർക്കാരിനെ തുടച്ചു മാറ്റുക, തൂത്തെറിയുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു മുഖ്യ അജണ്ട എന്ന് പറയുന്നത്. പക്ഷേ ഇനിയിപ്പോൾ വരാൻ പോകുന്നത്, ഇപ്പം DMKയ്ക്കും ഈ പറഞ്ഞ പോലെ കാര്യമായ ഒരു ഭൂരിപക്ഷം കിട്ടാൻ സാധ്യതയില്ല. നേരിയ ഭൂരിപക്ഷം കിട്ടി അവിടെ വീണ്ടും ഭരണത്തിൽ വരുമെന്ന് തന്നെയാണ് പറയുന്നത്. പക്ഷേ ഇന്നിപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം, ഇന്നത്തെ ഒരു ഡെവലപ്മെൻ്റ് എന്ന് പറയുന്നത് CPMൻ്റെ അവിടുത്തെ നമ്മുടെ പോളിറ്റ് ബ്യൂറോ അംഗം K. ബാലകൃഷ്ണൻ, പഴയ അവിടുത്തെ CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു അദ്ദേഹം. അപ്പം അദ്ദേഹം ഇന്ന് പരസ്യമായിട്ട് ഒരു പ്രസ്താവനയായിട്ട് രംഗത്ത് ഇറങ്ങിയിരിക്കുകയാണ്. കാരണം അദ്ദേഹത്തിന് തെരഞ്ഞെടുപ്പ് രംഗം എന്താണെന്നുള്ളത് മനസ്സിലായിട്ട്. കാര്യം DMKയുടെ തമിഴ്നാട്ടിലെ ഭരണരീതി ശരിയല്ല എന്നും, DMK CPM DMKയോട് കൂടിയത് ഫാസിസ്റ്റ് ശക്തികളെ എതിർക്കാൻ വേണ്ടിയാണെന്നും, എന്നാൽ DMK തന്നെ ആ ഒരു രീതിയിലേക്ക് മാറുന്നു എന്ന രീതിയിലുമാണ് ഇപ്പോൾ ബാലകൃഷ്ണൻ പരസ്യമായിട്ട്. ഈ മുന്നണിക്കുള്ളിലെ ആളുകളാണ് 24 പാർട്ടികൾ ചേർന്നിട്ടുള്ള മുന്നണിയാണ് ഈ DMKയുടെ. അതെ, DMK നേതൃത്വത്തിലുള്ള കോൺഗ്രസും CPMും മുസ്ലിം ലീഗും CPIയും സകല PMKയും എല്ലാം ഉണ്ട്. അപ്പോൾ ആ ഒരു പ്രസ്താവന നടത്തി. അതുപോലെ തന്നെ അവസാന ദിവസങ്ങളിൽ നമ്മൾ കണ്ടതാണ് പല സ്ഥലങ്ങളിലും DMKയുടെ സ്ഥാനാർത്ഥികളുടെ വീട്ടിൽ നിന്ന് കോടിക്കണക്കിന് റുപ്യ പിടിക്കപ്പെടുന്നതൊക്കെ. അപ്പോൾ അതും ഇന്ന് K. ബാലകൃഷ്ണൻ നമ്മുടെ CPM പോളിറ്റ് ബ്യൂറോ മെമ്പർ എടുത്ത് പറയുകയുണ്ടായി. ഈ ബാലകൃഷ്ണനെ പോലും CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റാനൊരു കാരണം നേരത്തെ സ്റ്റാലിനായിരുന്നാണ് പറയുന്നത്, DMKയുടെ സ്റ്റാലിനായിരുന്നു എന്നാണ് പറയുന്നത്. കാരണം അദ്ദേഹത്തിന് സുഖകരമല്ലാത്ത ചില പ്രസ്താവനകൾ നടത്തിയതിൻ്റെ പേരിലൊക്കെയാണ് ഈ ഇദ്ദേഹത്തിന് പാർട്ടിയിൽ ഇടപെട്ടതിൻ്റെ നേതാവിനെ തന്നെ പുറത്താക്കാൻ. അതുപോലെ തന്നെ ബാലകൃഷ്ണൻ പറഞ്ഞ മറ്റൊരു കാര്യം, സ്റ്റാലിൻ പറയുന്ന ഇവിടെ വ്യവസായം വർദ്ധിച്ചു എന്ന് പറയുന്നു. അപ്പോൾ അതിൻ്റെ സമ്പദ് വ്യവസ്ഥ അതിലൂടെ മെച്ചപ്പെട്ടു എന്ന് പറയുന്നത്. പക്ഷേ എന്നാൽ അതിൻ്റെ ഒന്നും ഒരു പ്രയോജനം തമിഴ്നാട്ടിലെ തൊഴിലാളികൾക്ക് ലഭിച്ചിട്ടില്ല എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ DMK സഖ്യത്തിലുണ്ട്. അപ്പോൾ ഇതിൽ ഉള്ള ഇതിനെതിരെയുള്ളൊരു പ്രതിഷേധം കൂടിയായിരിക്കണം. ഇപ്പം വിജയ് ഒരു സിനിമാ താരമാണ് എന്നുള്ള ഒരു ഗ്ലാമറിൻ്റെ പിന്നാലെ ജനങ്ങൾ പോയതാണെന്ന് കരുതാൻ പറ്റുന്നില്ല. തീർച്ചയായിട്ടും ജനങ്ങൾ കാണാൻ വരുന്നത് വിജയ് സിനിമാ താരമായതുകൊണ്ട് വിജയുടെ ഫാൻസിൻ്റെ ഒരു വ്യാപ്തിയുമാണ് കാണിക്കുന്നത്, സംശയമില്ല.
പക്ഷേ വിജയ് പറഞ്ഞ ചില കാര്യങ്ങൾ ആ ജനതയെ സ്പർശിക്കാൻ കാരണം അവരുടെ ജീവിതത്തിലെ യാഥാർത്ഥ്യവുമായിട്ട് അവർ ചേർത്ത് വെച്ചു എന്നുള്ളതാണ്. അതെ. ഇപ്പോൾ കഴിഞ്ഞ കുറേ ദശാബ്ദങ്ങളായിട്ട് രണ്ട് മുന്നണികളിലും ഈ പറയുന്ന പോലെ ഏതാണ്ട് വലിയ വ്യത്യാസമില്ലാതെയാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ആര് വന്നു കഴിഞ്ഞാലും തമിഴ് ജനതയുടെ ജീവിതത്തിൽ യാതൊരു മാറ്റവും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ പുതിയ കാലഘട്ടത്തിൽ ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങൾ വളരെ പ്രചാരത്തിൽ വന്നു, ലോകത്തിൻ്റെ മാറ്റങ്ങൾ അവർ കാണുന്നു, ലോകത്ത് സംഭവിക്കുന്ന ഓരോരോ കാര്യങ്ങൾ ജനങ്ങൾ കാണുന്നു. പക്ഷേ പലരുടെയും ജീവിതം മാറുന്നത് കാണുന്നു. പക്ഷെ അവരുടെ ജീവിതത്തിൽ കാര്യമായ മാറ്റങ്ങൾ ഇതിനനുസരിച്ച് അനുസൃതമായിട്ടുള്ള മാറ്റങ്ങൾ വരുന്നില്ല. അപ്പോൾ ആ മാറ്റങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ജനത തമിഴ്നാട്ടിൽ വളരെ ശക്തിയായിട്ട് ഉയർന്നു വന്നു എന്നുള്ളതാണ് ഈ വിജയുടെ ആ ഒരു മുന്നേറ്റത്തിനെ കുറിച്ചിട്ടുള്ള വാർത്തകൾ നമ്മൾ സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ വിജയ് അവിടുത്തെ ഏറ്റവും വലിയ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയാവുമെന്നാണ് ഇപ്പോൾ എക്സിറ്റ് പോളുകൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അതിനുള്ള സാധ്യതയും നമ്മളിപ്പം തമിഴ്നാട്ടിൽ ഇപ്പോൾ അങ്ങനെ കാണുകയാണ് ചെയ്യുന്നത്. അപ്പോൾ തമിഴ്നാട്ടിലെ ഈ ഒരു പൊളിറ്റിക്സിൻ്റെ ഡി എം കെ കേന്ദ്രീകൃതമായിട്ടുള്ളൊരു പൊളിറ്റിക്സ് മാറിയിട്ട് ഈ മറ്റൊരു പൊളിറ്റിക്കൽ ഇതിലേക്ക് പോകുന്നു എന്നുള്ളതാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇനിയിപ്പോൾ അതിനകത്ത് വേറൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ തമിഴ്നാടായിട്ട് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. ഇപ്പോൾ AIDMK BJP അലയൻസിന് പറഞ്ഞിരിക്കുന്നത് വെറും 45 മുതൽ 55 വരെ സീറ്റുകളാണ് പറഞ്ഞിരിക്കുന്നത് ഈ എക്സിറ്റ് പോളുകളൊക്കെ. അത് ഏതാണ്ടൊരു യാഥാർത്ഥ്യബോധത്തിലുള്ള ഒരു റിസൾട്ട് ആണെന്നാണ് തോന്നുന്ന സാധനം. പക്ഷേ അങ്ങനെ ഒരു സംഗതി വരികയും നേരിയ ഭൂരിപക്ഷത്തിൽ DMKയും വരികയാണെന്നുണ്ടെങ്കിൽ തമിഴ്നാട്ടിലായതുകൊണ്ട് എന്ത് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇപ്പം വിജയ് ഒറ്റയ്ക്കുള്ള ഏറ്റവും വലിയ കക്ഷിയായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഇപ്പം നാളെ വീണ്ടും ഈ പറഞ്ഞതുപോലെ തമിഴ്നാട്ടിൽ ഒരു സുസ്ഥിരമല്ലാത്തൊരു ഭരണ സംവിധാനത്തിലേക്ക് വേണമെങ്കിലും പോകാം. അതല്ലെങ്കിൽ ഒരു വൻ കാലുമാറ്റം വേണമെങ്കിൽ നമുക്ക് പ്രതീക്ഷിക്കാം. ഇപ്പോൾ ഒരു 125 MLA-മാരുണ്ടെങ്കിൽ ഒരു 10-40 MLA-മാർ ഒറ്റയടിക്ക് ഇങ്ങോട്ട് വേണമെങ്കിൽ ജോയിൻ ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ AIDMKയും BJPയും സഖ്യം അപ്പുറത്തുണ്ട്, അവരുമായിട്ട് വേണമെങ്കിൽ വിജയ്ക്ക് വേണമെങ്കിൽ ഇപ്പം വിജയ്ക്ക് ഇത്ര ഈ പറയുന്ന സീറ്റ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ, കാര്യം 234 സീറ്റാണല്ലോ അസംബ്ലിയിൽ. തന്നെ AIDMK വിജയുമായിട്ട് ചർച്ചകൾ തുടങ്ങുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ആ രീതിയിൽ ഒരു വല്ലാത്ത ഒരു ഭരണ മാറ്റവും ഒരു അസ്ഥിരതയും ഒക്കെ ഈ തമിഴ്നാട് പൊളിറ്റിക്സിലേക്ക് ഇനി കാണാൻ കഴിയും. പക്ഷെ ഒരു കാര്യം വളരെ വ്യക്തമാണ്, വിജയ്ക്ക് കിട്ടിയ ഈ ഒരു വലിയ പിന്തുണ അത് നമ്മൾ പല അവസാന കാലഘട്ടത്തിൽ വളരെ വ്യക്തമായിട്ട് നമുക്ക് ബോധ്യമായിരുന്നു. കാരണം പ്രായമുള്ള ആളുകൾ പോലും വളരെ ശക്തമായിട്ടാണ് ഈ വിജയ് വരട്ടെ എന്ന് പറയുന്നത്. അപ്പം വിജയ്ക്കുള്ള ഫാൻ ബേസിനെ കുറിച്ചൊക്കെ നമുക്കും അറിയാം. കാര്യം നമ്മുടെ കേരളത്തിൽ പോലും വിജയ്ക്ക് ഭയങ്കര ആരാധകരായി. കൊച്ചു കുട്ടികളൊക്കെ കേരളത്തിൽ ഈ വിജയ് ഫാൻസാണ് ഇവിടെ. അപ്പോൾ നമ്മൾ ആലോചിക്കാറുണ്ട് എന്താണ് ഈ വിജയ് ഫാൻസ്, ഇപ്പം വിജയുടെ ഒരു പ്രത്യേകത എന്താണെന്നൊക്കെ നമ്മൾ ആലോചിക്കും. പക്ഷേ എന്തുകൊണ്ടോ വിജയ്ക്ക് ചെറുപ്പക്കാരുടെ ഇടയിലും കുട്ടികളുടെ ഇടയിലും ഒക്കെ വളരെ സ്വാധീനമുണ്ട്. അപ്പോൾ ആ രീതിയിൽ മാത്രം ഉള്ള ഒരു ഫാൻ ബേസ് മാത്രമല്ല വിജയ്ക്ക് തമിഴ്നാട്ടിലെ ജനത ഈ ആ ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയിൽ മാത്രമല്ല വിജയ് മുഴുവൻ മണ്ഡലങ്ങളിലും സ്വീകാര്യനാണെന്ന് മാത്രമല്ല ഈ ഫാൻ ബേസ് മാത്രമല്ല അവർ പൊളിറ്റിക്സിലേക്ക് വരുന്നുണ്ട് സാർ. അപ്പോൾ മറ്റേത് ഈ ജയലളിതയാണെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ തീർച്ചയായിട്ടും MGR തുടങ്ങി വെച്ചിട്ടുള്ള ആ ഒരു വഴി കൂടെയാണ് വിജയ് വന്നിരിക്കുന്നത്. 2006 മുതൽ വിജയുടെ ഓരോ സിനിമകളും ഈ പറഞ്ഞതുപോലെ ഒരു നായക രക്ഷക പരിവേഷം സൃഷ്ടിക്കുന്ന സിനിമകളിലൂടെയാണ് അദ്ദേഹം അവസാനം ഈ ഒരു അവസ്ഥയിലേക്ക് എത്തി നിൽക്കുന്നത്. പക്ഷേ അവിടെയൊക്കെ ഈ പറഞ്ഞതുപോലെ തമിഴ് ജനതയുടെ ഒരു പ്രശ്നങ്ങൾ ഇയാൾ ഉയർത്തിക്കാട്ടി എന്നുള്ളതാണ് കാണുന്നത്. അത് വളരെ ശക്തമായിട്ട് അയാളെടുത്ത് ഉന്നയിക്കുകയും പ്രചാരണം നടത്തുകയും ജനങ്ങളത് ഏറ്റുവാങ്ങുകയും ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ അതിനി എത്രമാത്രം ഇനി അദ്ദേഹത്തിന് വിജയിക്കാൻ പറ്റുമ്പോൾ നാളെ ഇനി അധികാരത്തിൽ വന്നാൽ പോലും, ഇപ്പം AIDMKയും BJP സഖ്യവുമായിട്ടൊക്കെ അധികാരത്തിൽ വന്നാൽ പോലും എത്രമാത്രം അത് ഈ DMK ഭരണം അല്ലെങ്കിൽ AIDMK ഭരണത്തിൽ നിന്ന് വ്യത്യസ്തമായി വിജയ്ക്ക് ചെയ്യാൻ കഴിയുമെന്നൊക്കെ നമ്മൾ കണ്ടറിയണം ഇനി. പക്ഷേ എന്നിരുന്നാൽ പോലും ഈ ബൈപോളർ, അതായത് ഈ ദ്വിമുഖമായിട്ടുള്ള ആ രണ്ട് മുന്നണികളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വേറൊരു ത്രിതലത്തിലേക്ക് തമിഴ്നാട് രാഷ്ട്രീയം മാറുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.